വിനോദയാത്രയ്ക്കിടെ ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ ഫോട്ടോയെടുത്തതിന്റെ പേരിൽ അന്വേഷണ ഏജൻസികൾ പീഡിപ്പിക്കുന്നതായി അഭിഭാഷകന്റെ പരാതി. NIAയും ഇന്റലിജൻസും അടക്കമുള്ള ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ M അലിയാരും സുഹൃത്തുക്കളും. IS കേസിൽ ഉൾപ്പെട്ട യുവതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായതിനെ മുൻനിർത്തി കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള 6 അംഗ സംഘം ഉത്തരേന്ത്യൻ യാത്രയ്ക്കിടെയാണ് അയോധ്യയിലും എത്തിയത്. നിരോധനാജ്ഞ ഉണ്ടെന്നറിയാതെ ബാബരി മസ്ജിദ് നിലനിന്ന പ്രദേശത്തും എത്തി. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തതും പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. രാവിലെ 7:30 പിടിച്ചതാണ്. രാവിലെ മുതൽ രാത്രി 9 മണി വരെ ഓരോരുത്തർ മാറി വന്ന് ചോദ്യം ചെയ്തു. എല്ലാ ഫോണും എല്ലാവരുടെയും ഐഡൻറ്റിറ്റി കാർഡും എല്ലാം അവർ ബന്ധവസ്ഥയിലെടുത്തു. 3 ഇപ്പോൾ പിടിച്ച് ഞങ്ങളെ ഇതിനകത്ത് ലോക്കപ്പിലിട്ടു. IS കേസിലെ പ്രതിയായ സ്ത്രീക്കും കുഞ്ഞിനും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടും പുറത്തിറങ്ങാനായില്ല. അഭിഭാഷകൻ എന്ന നിലയിലാണ് തന്നെ സമീപിച്ച കക്ഷിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഈ യാസ്മീൻ മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ സ്ത്രീ ഇതേപോലത്തെ ഒരു IS കേസിൽ ആ സ്ത്രീ ഒരു കുട്ടിയെ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇവിടെ ആരും സഹായിക്കാനില്ല. ആ കൊച്ചിനെങ്കിലും രക്ഷപ്പെടുത്തലെന്നാണ്. അലിക്കുഞ്ഞും ജോബി എന്ന് പറഞ്ഞ 2 പേര്. അവർ 2 പേരും കരന്തിരുത്ത രസീത് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെ പോകാമെന്ന് പറഞ്ഞു. അവർ കോടതി ജാമ്യം സ്വീകരിച്ചു, റിലീസും ഓർഡർ തന്നു. നിങ്ങളെ അവിടെ അയോധ്യയെ പിടിച്ചു. അതോടൊപ്പം നിങ്ങളാണ് IS കേസിൽ ജാമ്യം എടുത്തത്. നിങ്ങൾ എന്തിനെങ്കിലും ഈ ലിങ്ക് ഉണ്ടായി. അലിയാരിനോടൊപ്പം പോയ സുഹൃത്തുക്കളും ഭയത്തോടെയാണ് കഴിയുന്നത്. നമ്മൾ ഇത്രയും നാളും നമ്മളെ കണ്ടുകൊണ്ടിരുന്ന ഒരു കണ്ണോടുകൂടി അല്ലല്ലോ ഇപ്പോൾ അവർ കാണുന്നത്. ഞാൻ ഒരു കേസിൽ ഇടപെടാത്ത ആളാണ്. നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുകാരാകെ പേടിച്ച് ഇതായി പോകില്ല. അത് ഒരു യാത്രികന്റെ കൗതുകത്തോടെ എടുത്ത ചിത്രത്തിന്റെ പേരിൽ രാജ്യദ്രോഹിയും കുറ്റവാളിയുമായി മുദ്രകുത്തപ്പെടുന്ന സ്ഥിതിയിലാണ് അലിയാരും സുഹൃത്തുക്കളും. ഷബ്ന സിയാദ്, മീഡിയ 1, കൊച്ചി.